പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നവംബർ 9 ഞായറാഴ്ചയാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. കർത്താവെ, ഉറ്റവരും ഉടയവരും വഴക്കിട്ട് മാറിയതിൻ്റെ പേരിൽ വെറുമ അനുഭവിക്കുന്നവരെ, ഉറ്റവർ പിരിഞ്ഞുപോയതിൻ്റെ പേരിൽ സങ്കടം സഹിക്കാനാവാതെ മനസ്സ് തേങ്ങി നടക്കുന്നവരെ, അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന് ശക്തിയായി നീ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ, എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണമ്മ. അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥികളെ അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു.
നിങ്ങളുടെ PhD തീസിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു. എഴുതാൻ കഴിയാത്തവർ, എഴുത്തിടക്ക് നിന്നുപോയവർ, മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത്, മുന്നോട്ട് പോകാൻ പറയാൻ കാര്യം കർത്താവാണ് നമുക്ക് ആഹാരം തരണത്, അല്ലാതെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയകരമണിയിച്ച ഒരു ശ്രീരത്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ. ആ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. നീ ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പിതാവേ, ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഇടയ്ക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും, എല്ലാ പദ്ധതികളും, എല്ലാ ജോലികളും, എല്ലാ പഠനങ്ങളും, എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, increase His spirit of power and grace. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോഴേ അവിടെ എന്താ വചനം? എന്നെ പ്രതി സമാധാനം സ്ഥാപിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേഗമായ എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകണത് ആ സമാധാനം ക്രിസ്തുവിന് നാമം സ്ഥാപിക്കണം. അല്ലാതെ ഒരു വീട്ടിൽ വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പം നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ, എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത്. എന്നിട്ട് അവരുടെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും അവർ ജയിക്കുകയും അതിനടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സാണ്. അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത്. അവിടെ എല്ലാം ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനം നടപ്പിലാകുന്നതിൻ്റെ പേരിൽ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ? ഒരു സമാധാനമേ ഉള്ളൂ. ആരാണത്? ക്രിസ്തുവാണ് സമാധാനം. ക്രിസ്തുവാണ് സമാധാനം. സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയാണ്. നാഥനും രക്ഷകനുമായിട്ട്, കർത്താവും നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക. അതിനാ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാതെ വഴക്ക് പറഞ്ഞു തീർക്കണം മാത്രമല്ല, അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധന്മാരും തിരുനാളിൽ വെളുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? എന്നെ പ്രതി. അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു, എന്നെ പ്രതി. അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ. ലോകം മുഴുവനും ഉള്ളത് പകുതി മുക്കാലും വിദ്യാഭ്യാസമൊക്കെ നമ്മുടേതാണ്. പക്ഷേ ഇപ്പം എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത്. ആരാ ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കണ? അല്ല. എന്താ ഉറപ്പ്? പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെന്ന് നമുക്കത് നടത്തുന്നവർക്ക് തന്നെ അറിയാം. അതിൻ്റെ പേരിലൊരു അജപാലന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിൽ ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട്. ഇല്ലെന്ന് ഇതൊക്കെ പറയാൻ പറ്റുമെന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാക്ഷീകരിക്കുന്ന മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ്. ചില സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കും, ചില പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത്. അതെന്താണ്? അതൊരു സമാധാനം സ്ഥാപിക്കണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി.
വ്യാജമായി ആരോപിക്കുക മാത്രമല്ലേ, നമുക്ക് ധനനഷ്ടം ഉണ്ടാവും, ശരീരക്ലേശം ഉണ്ടാവും. പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. മക്കളെ, അച്ഛന് സുശേഷഭാഗ്യം ഉണ്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓർത്തേക്കണം, എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത്. 16-ാം വയസ്സ് ഗർഭം ധരിച്ചത്. കിറിനസ് സിസ്റ്ററിൻ്റെ കാലത്ത് പേരെഴുതിക്കാൻ വേണ്ടി ഗർഭവയറും താങ്ങി 3 ദിവസം യാത്ര ചെയ്തത്, ആ ചോര കുഞ്ഞിനെ താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ്. ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ഈജിപ്തിലെ തീപാറുന്ന വെയിലത്ത് 4 കാലം വീണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളയും കൂടി ഔസപിതാവിടെ പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തായിരുന്നു? ക്രിസ്തുവിനെ പ്രതി ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? എല്ലാ സഹനങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ, അതുവഴി സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദൈവം നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.